എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായ ദൈവദാസിദാസന്മാർക്ക് G2R പ്ലാറ്റ്ഫോമിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമധ്യായം 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ദൈവവചനം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ മധ്യഭാഗത്ത് പാർക്കുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമായിരുന്ന ലേവി ഗോത്രത്തിന് കൊടുത്ത ആ പൗരോഹിത്യ ശുശ്രൂഷയും ലോകം എല്ലാമുള്ള ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവരിൽ നിന്ന് വേർതിരിയപ്പെട്ട സാർവത്രിക സഭയാകുന്ന വിശുദ്ധന്മാരുടെ നടുവിൽ ദൈവം തന്നിരിക്കുന്ന രാജകീയ പൗരോഹിത്യവർഗവും തമ്മിലുള്ള താരതമ്യമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമ കരപൂരണ യാഗത്തിന് ഒരു കോലാട് വേണം. അതിന് വകയില്ലെങ്കിൽ ഒരു കുറുപ്രാവും ഒരു പ്രാവൻ കുഞ്ഞും കൊണ്ടുവരണം. അതിന് വകയില്ലെങ്കിൽ ഒരളവ് നേരിയ മാവ് ഇത്യാദി യാഗവസ്തുക്കളായി അർപ്പിച്ച് പാപത്തിൽ നിന്നും മോചനവും രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആയി പ്രതിഷ്ഠാകർമ്മം നടത്തുന്നതിനുള്ള കരപൂർണ യാഗങ്ങൾക്ക് അതിലും വലിയ ആർഭാടത്തോടെയോടെ കരപൂർണയാഗങ്ങൾ നടത്തി ഓരോരോ ശുശ്രൂഷകൾ കരസ്ഥമാക്കുമ്പോൾ, ഒരിക്കൽ കൂടെ പറയാം, കരപൂർണയാഗത്തിന് 2 കോലാടുകൾ വരണം. അതിന് വകയില്ലെങ്കിൽ 2 കുറുപ്രാവിനെ ഒരു പ്രാവുകുഞ്ഞിനെയും കൊണ്ടുവരണം. അതിന് വകയില്ലെങ്കിൽ ഒരളവ് നേരിയ മാവുകൾ കൊണ്ടുവരണം. ഇവയൊക്കെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് യാഗം കഴിച്ചു വലിയ കാര്യങ്ങളായി ശുശ്രൂഷകൾ കരസ്ഥമാക്കുമ്പോൾ, പുറപ്പാട് 22:41, 21-ാമത്തെ 1 മുതൽ 22, 29, 30-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം, 40-ാമത്തെ അധ്യായം 13, 14, ശമൂവേലിൻ്റെ പുസ്തകം 1-ാമത്തെ പുസ്തകം 15:1, 16:13, ശമൂവേലിൻ്റെ പുസ്തകം 2-ാമത്തെ പുസ്തകം 2-ാമത്തെ 4, 5:3, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19:16. ഇത്രയും വാക്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കുക, പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചത് പൗരോഹിത്യ ശുശ്രൂഷയുടെ കരപൂരണം. എന്നാൽ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 15:1 ശൗലിൻ്റെ കരപൂരണം, 16:13 ദാവീദ് രാജാവിൻ്റെ ആദ്യ കരപൂരണം, 2-ാം പുസ്തകം 2:4 2-ാമത്തെ കരപൂരണം, 5-ാമത്തെ 3-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ കരപൂരണം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:16 പ്രവാചകനാകിയിരുന്ന എലീശയുടെ കരപൂരണം. ഈ വക യാഗവസ്തുക്കൾ ഒന്നും മഹാപുരോഹിതൻ്റെയും അടുത്തു കൊണ്ട് ചെന്ന് അർപ്പിക്കാതെ അർപ്പിപ്പാൻ വകയില്ലാതിരുന്ന നമ്മെ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാൽ ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ദൈവപുത്രൻ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ 19, 35, എബ്രായർക്കെഴുതിയ 3:1, 4:14 സ്വയം എന്നേക്കുമായി ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നമ്മൾ ഈ ശുശ്രൂഷ ലഭിച്ചവർ ഒരു കാര്യം മനസ്സിലാക്കണം. കോലാടുകളെയോ പ്രാവിൻ കുഞ്ഞിനെയോ ഒരളവ് നേരിയ മാവോ അർപ്പിച്ചിട്ടല്ല ഇത് നമ്മൾ പ്രാപിച്ചത്. പിന്നെയോ ദൈവപുത്രൻ സ്വയം തന്നെത്താൻ എന്നേക്കുമായി ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ മുകളിൽ നാം കണ്ട 5 വിധ ശുശ്രൂഷകൾ ദൈവസഭയ്ക്ക് ദാനമായി കൊടുത്തു. എഫെസ്യർ 4:11. അത് ചെയ്യുവാൻ തക്കവിധം ആത്മീയ അധികാരത്താലാകുന്നു നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഈ അത്ഭുത പ്രകാശത്തിൽ ആക്കി രാജകീയ പുരോഹിതവർഗവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ആക്കി തീർത്തതെന്ന മർമ്മം എത്രയോ അത്ഭുതകരമായ വിഷയം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പ്രവാചകന്മാരുടെ കരപൂരണം കഴിഞ്ഞു. പുതിയ നിയമസഭയുടെ 5 വിധ ശുശ്രൂഷകൾക്കുള്ള കരപൂർണയാഗം കഴിഞ്ഞു. അഭിഷേകത്തോടുകൂടെ അത് നിറവേറുന്നു. ഇപ്പോൾ നാം പഠിക്കുന്നത് കുഷ്ഠരോഗിയുടെ കരപൂരണം. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും 14-ാം അധ്യായം 1 മുതൽ 57 വരെയുള്ള വിശാലമായ വാക്യങ്ങളുമാണ്. കുഷ്ഠം എന്ന രോഗം യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയും ഏത് ജനത്തിൻ്റെയും ഇടയിൽ നിഷിദ്ധമായൊരു രോഗമാകുന്നു എന്നതിന് ഇരുപക്ഷം ഇല്ലല്ലോ. ഒരു കുഷ്ഠരോഗിയെ ലെപ്പർ, ഇംഗ്ലീഷിൽ, ഗ്രീക്ക് ഭാഷയിൽ അതിന് ലെപ്രോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. കുഷ്ഠരോഗത്തെ ലെപ്രസി, ലെപ്ര എന്നുമാണ് യവന ഭാഷയിൽ കാണുന്ന വാക്കുകൾ. ഈ
പദങ്ങളിൽ നിന്ന് അത്രേ ഇംഗ്ലീഷ് ഭാഷയിൽ ലെപ്രസി എന്നീ പദങ്ങൾ ലിഖിയാന്തരം ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തത് എന്ന് മറന്നു പോകരുത്. ശരീരാവയവങ്ങൾ, കൈകാൽ വിരലുകൾ മുറിഞ്ഞു പോകുന്നത് മാത്രമല്ല, ശരീരത്തിൽ പല ഭാഗങ്ങളിൽ ആഴമായ സൗഖ്യമാകുവാൻ കഴിയാത്ത മുറിവുകളും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്ന അക്ഷരിക കുഷ്ഠരോഗം മാത്രമല്ല, ശരീരത്തിൽ ചിലർക്കുണ്ടാകുന്ന ഒരുതരം ചർമ്മരോഗം ആകുന്ന സ്കിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ സൊറാസിസ് എന്ന് നാം പറയുന്ന സൊറായിസിസ് എന്ന് പറയുന്ന രോഗത്തെയും ഒരുവിധം കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണമായിട്ടാകുന്നു പരിഗണിക്കപ്പെട്ടു വരുന്നത്. അതുമാത്രമല്ല, ത്വക്കിലുണ്ടാകുന്ന തടിപ്പ് രോഗത്തെയും കുഷ്ഠരോഗത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇவ்விധത്തിലുള്ള രോഗങ്ങൾ എക്കാലത്തും എവിടെയും കണ്ടുവരുന്നത് പോലെ ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോഴും വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷവും സാധാരണമായി അവരുടെ ഇടയിൽ കണ്ടുവന്നിരുന്നു. അങ്ങനെയുള്ള രോഗലക്ഷണം ഉള്ളവരെ അവരുമായി ഇടപെടുന്നതും അവരുമായി സഹവാസം ചെയ്യുന്നതും ശാരീരിക സ്പർശനം ചെയ്യുന്നതും ഈ രോഗവ്യാപനത്തിന് കാരണമായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ ഇവരെ സമൂഹത്തിൽ നിന്നും അകറ്റി അവർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട പ്രത്യേക സ്ഥലങ്ങളിലും ശാലകളിലും അഥവാ ആരോഗ്യ മന്ദിരങ്ങൾ, ചികിത്സാഗ്രഹങ്ങൾ, സാനറ്റോറിയം എന്ന് പറയും, പാർപ്പിച്ചിരുന്നു. അപ്രകാരത്തിലുള്ള ആരോഗ്യ മന്ദിരങ്ങൾ പാളയത്തിനും പട്ടണത്തിനും ഉള്ളിലല്ല, പാളയത്തിനും പട്ടണത്തിനും ഗ്രാമങ്ങൾക്കും ജനവാസ സ്ഥലങ്ങൾ അധികം ഇല്ലാത്തതുമായ പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും പുറത്തായിരുന്നു ക്രമീകരിക്കപ്പെട്ടിരുന്നത്. വാക്യങ്ങൾ: ലേവ്യ പുസ്തകം 13:46, സംഖ്യാപുസ്തകം 5:1 മുതൽ 4 വരെ, ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 26:21. ഈ വിധ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ജനവാസമുള്ള സ്ഥലങ്ങളിലും രോഗമില്ലാത്തവർ പാർക്കുന്ന സ്ഥലങ്ങളിലും പോകുന്നത് വിലക്കിയിരുന്നു. അവർ തൊടുന്ന വസ്തുക്കൾ അവർ ഒരു വ്യക്തിയെ സ്പർശിച്ചാൽ ആ വ്യക്തി അവരെ തൊടുന്ന വ്യക്തികളെല്ലാം അശുദ്ധരായി എണ്ണപ്പെട്ടിരുന്നു. അവർ ചികിത്സയാലോ ദൈവിക രോഗശാന്തിയാലോ രോഗസൗഖ്യം പ്രാപിച്ചാൽ അവരുടെ ഭവനങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും പുനഃപ്രവേശനത്തിന് ആചരിച്ചു വന്നിരുന്ന അടിസ്ഥാന തത്വങ്ങളെയും യാഗങ്ങളെയുമാകുന്നു കുഷ്ഠരോഗിയുടെ കരപൂരണം എന്ന് പറഞ്ഞു വന്നത്. അവ ഏതെല്ലാം ആകുന്നുവെന്ന് നോക്കാം. ലേവ്യ പുസ്തകം 13-ാം 1 മുതൽ 59 വരെയും 14-ാം അധ്യായം 1 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിലും കാണുവാൻ സാധിക്കുന്നു. പുരോഹിതൻ കുഷ്ഠരോഗബാധിതന്റെ കുഷ്ഠമുള്ള ശരീരഭാഗം സസൂക്ഷ്മം പരിശോധിച്ച് സൗഖ്യമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം 1 രോഗിയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. എന്തെല്ലാമാ ചെയ്യേണ്ടത്? രോഗിയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. ഇത് സ്റ്റേജ് നമ്പർ 1. പുരോഹിതൻ കുഷ്ഠരോഗി വസിക്കുന്ന പാളയത്തിന് പുറത്ത് ഇല്ലേണം, അകത്ത് പോകരുത്. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 2-ാമത്, കുഷ്ഠരോഗിയുടെ കുഷ്ഠം സൗഖ്യമായെന്ന് ഉറപ്പുവരുത്തേണം. 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. 3, ശുദ്ധീകരണം. കഴിക്കുവാനുള്ളവനു വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, സിഡാർവുഡ് എന്ന് പറയും, ചുവപ്പുനൂൽ, സ്കാർലറ്റ് എന്ന് പറയും, ഈസോപ്പ്, അത് ചുവരിന്മേൽ വളരുന്ന 6 ഇഞ്ച് നീളം വരെ വളരുന്ന ഒരു തരം ചെടിയാണ്, എന്നിവ കൊണ്ടുവരണം. 14:4. ഒരു പുരോഹിതൻ പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ഒരു പക്ഷിയെ, 2 പക്ഷികളിൽ ഒന്നിനെ അറുപ്പാൻ കൽപ്പിക്കണം. 5-ാമത്, ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത് പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠരോഗ ശുദ്ധീകരണം കഴിവാനുള്ളവൻ്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവൻ എന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ
വെളിയിൽ വിടുകയും വേണം. ഈ വാക്യം വായിക്കുമ്പോൾ ഉള്ളിൽ ഒരു തുടിപ്പ് ഏർപ്പെടുന്നു. 2 പക്ഷികൾ, കുഷ്ഠമുള്ളവയല്ല, കുഷ്ഠരോഗിയുടെ നടുവിൽ പോയിട്ടില്ല, കുഷ്ഠരോഗി സ്പർശിച്ചിട്ടില്ല, അവൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി വന്നു. ഒരു പക്ഷിയെ അറുത്തു, അതിൻ്റെ രക്തം ഇവൻ്റെ മേൽ തളിച്ച് അവനെ ശുദ്ധീകരിച്ചപ്പോൾ മറ്റേ പക്ഷി പുറത്തുവിട്ട് അത് പറന്നു പോകുന്നു. ഇതിനകത്തർത്ഥം ദൈവകുഞ്ഞാട് നമുക്ക് വേണ്ടി, നാം പാപികളായവർ 2 പേർ, അതിൽ നിഷ്കളങ്കനായ ദൈവപുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ രക്തത്താൽ നാം വിശുദ്ധീകരണം പ്രാപിച്ചു. പാപത്വങ്കലമായ ലോകത്തിൽ പാപികളായി ജീവിച്ച നമ്മൾ അവൻ്റെ രക്തത്താൽ തളിക്കൽ പ്രാപിച്ചപ്പോൾ നമ്മൾ വെളിയിൽ സ്വതന്ത്രരായി ജീവിക്കുന്നു. നാം എത്രമാത്രം അറുക്കപ്പെട്ട ആ പ്രാവിനോട് കൊണ്ടുവന്ന വ്യക്തി നന്ദിയുള്ളവരായിരിക്കുന്നുവോ, അതുപോലെ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന ക്രിസ്തു യേശുവിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ ലേവ്യ പുസ്തകമാണ്. 6-ാമത്, ശുദ്ധീകരണം കഴിക്കുന്നവൻ്റെ വസ്ത്രം അലക്കി രോമമൊക്കെയും ക്ഷൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം, എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. 14-8. ഇതിൻ്റെ ഒക്കെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആഴമായ മർമ്മങ്ങളുണ്ട് വിശുദ്ധന്മാരെ. അതിൻ്റെ ശേഷം അവൻ പാളയത്തിൽ ചെന്ന് തൻ്റെ കൂടാരത്തിൽ പുറമെ 7 ദിവസം പാർക്കണം. 14-8. 7-ാം ദിവസം അവൻ തലയും താടിയും പുരികവും എല്ലാം വീണ്ടും വെടിപ്പാക്കണം. ഇങ്ങനെ അവൻ സകല രോമവും ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം അലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം, എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 1 പെൺകുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 3 ഇടങ്ങിഴി നേരിയ മാവും 1 കുറ്റി എണ്ണയും കൊണ്ടുവരേണം. ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിക്കുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ നിർത്തണം. 14-11. പുരോഹിതൻ ആൺകുഞ്ഞാടുകളിൽ 1-നെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. നീരാജനം എന്ന് പറഞ്ഞാൽ ഉയർത്തി വീശുക എന്നാണ് അർത്ഥം. 12-ാമത്, അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്ന ഇടത്തുവെച്ച് കുഞ്ഞാടിനെ അറുക്കണം. അകൃത്യയാഗം പാപയാഗം പോലെ പുരോഹിതനുള്ളത് ആകുന്നു. 14-ാം അധ്യായം 13-ാമത്തെ വാക്യം, അത് അതിവിശുദ്ധം. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. 13-ാമത്, പുരോഹിതൻ അകൃത്യയാഗത്തിൻ്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത് കാതിന്മേലും വലത് കൈയുടെ പെരുവിരളിന്മേലും വലത് കാലിൻ്റെ പെരുവിരളിന്മേലും പുരട്ടേണം. 14-14. അനന്തരം പുരോഹിതൻ ആ എണ്ണ കുറെ എടുത്ത് യാഗാർപ്പകൻ്റെ അടുക്കൽ വരുന്നതിന് മുൻപ് പുരോഹിതൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടം കൈയിലുള്ള എണ്ണയിൽ വലം കൈയുടെ വിരൽ മുക്കി പെരുവിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളം കൈയിൽ ശേഷിക്കുന്ന എണ്ണ കുറെ ഭാഗം, ഉള്ളം കൈയിൽ ശേഷിക്കുന്ന എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ വലത് കാതിന്മേലും വലത് കൈയുടെ പെരുവിരളിന്മേലും വലതുകാലിൻ്റെ പെരുവിരളിന്മേലും അകൃത്യയാഗത്തിൻ്റെ രക്തത്തിന്മേലും പുരട്ടേണം. പുരോഹിതൻ്റെ ഉള്ളം കൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവൻ്റെ തലയിൽ ഒഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. 14-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള ആ വാക്യങ്ങൾ. 15-ാമത്തെ നടപടി, പുരോഹിതൻ പാപയാഗമർപ്പിച്ച് അശുദ്ധി പോക്കി ശുദ്ധീകരിക്കപ്പെട്ടവന് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ശേഷം ഹോമയാഗവും യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അവൻ ശുദ്ധിയുള്ളവൻ ആകും. കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ, പാപകുഷ്ഠം വഹിച്ച് കുഷ്ഠം രോഗിയായി പാളയത്തിന് പുറത്ത് അടയ്ക്കപ്പെട്ടവൻ ശുദ്ധനായെന്നൊരു പുരോഹിതൻ പറഞ്ഞാൽ മാത്രം പോരാ, അവൻ്റെ വിശുദ്ധിയെ തെളിയിക്കുകയും ചെയ്യണം. അനന്തരം അവൻ ചെയ്യേണ്ട യാഗശുശ്രൂഷകളാണ് ഇവിടെ കാണുന്നത്. ഇത് വായിക്കുമ്പോൾ എഫെസർക്കെഴുതിയ ലേഖനത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മൾ, ഇസ്രായേൽ ജനത്തിനോട് പൗരോഹിത്യത്തിനോട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മൾ, പാപം ചെയ്ത് പുറംപറമ്പിൽ തള്ളപ്പെട്ടവരായ നമ്മൾ,
ദൈവകൃപയാൽ പാപമോചനം പ്രാപിച്ച് ഈ ദൈവസഭയ്ക്കുള്ളിൽ വരുവാൻ നാം എന്തു ചെയ്തു? നാം എത്ര മൃഗങ്ങളെ യാഗമർപ്പിച്ചു? എത്ര മാവ് നമ്മൾ കൊണ്ടുകൊടുത്തു? ഏത് പുരോഹിതനാണ് നമ്മെ വിശുദ്ധരായി എണ്ണിയത്? നാം എന്ത് ചിലവഴിച്ചിട്ടുണ്ട്? ഏത് മൃഗത്തിൻ്റെ രക്തമാണ് നിങ്ങളുടെ കാതിന്മേലും നിങ്ങളുടെ കൈവിരലിന്മേലും ഒക്കെ പുരട്ടിയത്? ഒരു കാര്യം മനസ്സിലാക്കണം, പാപകുഷ്ഠത്താൽ പുറത്തു വസിച്ച വ്യക്തി അകത്തു വന്നു കഴിയുമ്പോൾ എണ്ണ അവൻ്റെ വലങ്കാലിൻ്റെ പെരുവിരലിന്മേലും വലത് കൈയുടെ പെരുവിരലിന്മേലും വലത് കാലിന്മേലും പുരട്ടി അവൻ അന്നു മുതൽ നടപ്പിൽ വിശുദ്ധനായിരിക്കണം, അവൻ പ്രവൃത്തിയിൽ വിശുദ്ധനായിരിക്കണം, അവൻ കേൾക്കുന്നത് വിശുദ്ധമായത് മാത്രമായിരിക്കണം. എങ്കിൽ പാപകുഷ്ഠത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവസഭയ്ക്കുള്ളിൽ വന്നിരിക്കുന്ന നമ്മൾ നമ്മുടെ നടപടികൾ എങ്ങനെയിരിക്കുന്നുവെന്ന് ചിന്തിക്കുക. പഴയ വഴിയിൽ തന്നെയാണോ നാം നടക്കുന്നത്? പഴയ കാര്യങ്ങൾ തന്നെയാണോ നാം ചെയ്യുന്നത്? അരുതാത്ത കാര്യങ്ങൾ തന്നെയാണോ നാം കേൾക്കുന്നത്? നാം നമ്മുടെ കാലിൽ മുദ്രയിടപ്പെട്ടവരാണ്, നമ്മുടെ കൈകൾ മുദ്രയിടപ്പെട്ടതാണ്, നമ്മുടെ കാതുകൾ മുദ്രയിടപ്പെട്ടതാണ്, നമ്മുടെ കണ്ണുകൾ മുദ്രയിടപ്പെട്ടതാണ്. അതുകൊണ്ട് ഇയ്യോബ് പറഞ്ഞൊരു പദം, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉഭയസമ്മതം ചെയ്തു, ഞാൻ ഇനി ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എൻ്റെ കൈകൾ വിശുദ്ധമാണ്, ഞാൻ കുറ്റമില്ലായ്മയിൽ കൈ കഴുകിയതാണ്, ഇനിയും എൻ്റെ കയ്യിൽ പാപം കയറുന്നത് എങ്ങനെ? അരുതാത്ത സ്ഥലത്ത് ഞാൻ പോകുകയില്ല, ഞാൻ അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്നു. ദൈവവചനത്തിൻ്റെ പഠിപ്പിക്കലില്ലാത്തതാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ തെറ്റായ നടപടികളും തെറ്റായ പ്രവൃത്തികളും തെറ്റായ വിഷയങ്ങൾ കേൾക്കുകയും കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം. അയ്യോ, നാം മടങ്ങി വന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. പ്രാവിൻ 2 ഒന്നിനെ അറുത്തുന്നു, ഒന്നിനെ വെറുതെ വിടുന്നു. നമുക്ക് വേണ്ടി ദൈവപുത്രൻ ആമേൻ അറുക്കപ്പെട്ടു. അവൻ തൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകി നമ്മളെ സ്വതന്ത്രരാക്കി. ഈ ആടുകൾ അറുക്കപ്പെട്ടു, അതിൻ്റെ രക്തം നമ്മുടെ പാപത്തെ മാറ്റി. കൊണ്ടുവന്ന എണ്ണയിൽ ഒരു ഭാഗം നമ്മുടെ കൈ വിരലുകൾ, കാൽ വിരലുകൾ നമ്മുടെ കാതുകളിന്മേൽ പുരട്ടി ഒരു തീരുമാനമെടുക്കുക. അരുതാത്തടത്ത് ഞാൻ പോകുകയില്ല, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ നടക്കയില്ല, അഹങ്കാരികളുടെ സദസ്സിൽ ഞാൻ നിൽക്കയില്ല. 23-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ എൻ്റെ ഇടയൻ എന്നെ നടത്തുന്നിടത്ത് മാത്രം ഞാൻ നടക്കും. നമുക്ക് വേണ്ടി പരമയാഗമായി നമ്മളെ ഈ കരപൂർണയാഗം കഴിച്ച് അകത്തു കൊണ്ടുവരുവാൻ, കോലാടായി എന്തും ചെയ്യുവാൻ തൻ്റെ ഇടമുള്ളവനായ ദൈവപുത്രൻ അർപ്പിച്ചു കൊടുത്തതുപോലെ നമ്മൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പുറകെ നമുക്കും പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം രാജകീയ പുരോഹിതവർഗമാണ്. എന്തു കൊടുത്താലും അതിന് മതിയാകാത്ത വിധത്തിൽ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗം തന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ തന്നെ പിൻഗമിക്കുന്നവർക്ക് മാതൃകയാക്കി തീർത്ത ക്രിസ്തുവേശുവിനെ മാതൃകയാക്കി മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. കർത്താവേ, ദൈവവചനം വായിപ്പാനും പഠിപ്പാനും ഗ്രഹിപ്പാനും അത് പ്രഘോഷിപ്പാനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കേൾവിക്കാരായ ദൈവഭക്തന്മാരെ എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് താഴ്മയോടുകൂടെ പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.